നമുക്കറിയാം ഈ ഒരു ബിഗ് ബോസ് സീസൺ കണ്ട ഏറ്റവും മികച്ച മത്സരാർത്ഥികൾ ഒരാളാണ് നമ്മുടെ ജാസ്മിൻ ജാഫർ. എന്നാൽ ജാസ്മിൻ ജാഫർ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് എന്തൊക്കെയാണ് പറയാൻ പോകുന്നത്, അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് എന്നെല്ലാവരും കാതോർത്തിരിക്കുകയാണ്. എന്തായാലും ഒരു ഇൻ്റർവ്യൂ ഒന്നും കൊടുത്തില്ല, സ്വന്തം ചാനൽ വഴി പറഞ്ഞ ചില കാര്യങ്ങൾ, അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയുന്നുണ്ട് അവരുടെ വൃത്തിയെക്കുറിച്ച്. എന്തായാലും അത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ആയത് നമ്മുടെ ജാസ്മിൻ ജാഫർ ഒരു ക്ഷമ ചോദിക്കുന്നുണ്ട്. അതായത് ആ ഒരു ചായയിൽ തുമ്മിയുമായിട്ട് ബന്ധപ്പെട്ട കേസിൽ ഒരു ക്ഷമ ചോദിക്കുന്നുണ്ട്. അത് അറിയാതെ പറ്റിയതാണ് എങ്കിൽ പോലും വളരെ മോശമായിട്ടുള്ള കാര്യമാണ് ജാസ്മിൻ ജാഫർ എടുത്ത് പറയുന്നുണ്ട്. പക്ഷേ അത് എഡിറ്റ് ചെയ്ത് ഇറക്കുന്ന രീതികൾ, അതായത് ചിലതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഒരു വീഡിയോയിൽ, അതായത് ഒരു യൂട്യൂബ് ചാനലിൽ എഡിറ്റ് ചെയ്ത രീതി എന്ന് പറയുന്നത് ഭയങ്കര മോശമായിരുന്നു. അത് തന്നെ വളരെയധികം വിഷമം ഉണ്ടാക്കിയെന്ന് ജാസ്മിൻ എടുത്ത് പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ ജാസ്മിനെ ഏറ്റവും കൂടുതൽ വിഷമിച്ച സംഭവം എന്ന് പറയുന്നത് കാലിൻ്റെ നഖം കടിക്കുന്ന ജാസ്മിൻ്റെ ഒരു വീഡിയോ പുറത്തേക്ക് വന്നിരുന്നു. ആ ഒരു സംഭവമാണ് തന്നെ ഏറ്റവും അധികം വിഷമിച്ചത്. അതായത് താൻ കാലിൻ്റെ നഖം വരെ കുത്തിയിരുന്ന് കടിക്കുന്നു, അത്ര വൃത്തികെട്ട, അതായത് ഒരു ശുചിത്വം ഇല്ലാത്തൊരു വ്യക്തിയാണ് എന്ന് ആൾക്കാർ പറയുന്നുണ്ട്. സോ അത് തനിക്ക് വളരെയധികം വിഷമമായെന്ന് ജാസ്മിൻ എടുത്ത് പറയുന്നുണ്ട്. സോ ആ ഒരു കാലിൻ്റെ നഖം കടിക്കാനുള്ള കാരണം എന്താണെന്ന് ഇപ്പോൾ വ്യക്തമാക്കി പറയുകയാണ് ജാസ്മിന്. ജാസ്മിൻ പറയുകയാണ്, അതായത് താൻ കാലിൻ്റെ നഖമല്ല കടിച്ചത്, തൊലിയാണ്. ആ ഒരു സമയത്ത് തൻ്റെ കാലിൻ്റെ തൊലി വിണ്ട് കയറി ഇളകിയിരിക്കുകയായിരുന്നു. അത് ഇളക്കാൻ അത് കൈവച്ച് ഇളക്കാൻ പോലും പറ്റുന്നില്ല. ഒരു സ്ക്രബ് ഉണ്ടായിരുന്നു, അത് മറ്റേതോ മത്സരാർത്ഥി എടുത്തുകൊണ്ട് പോയി എവിടെയോ കൊണ്ട് കളഞ്ഞു. സോ അതുകൊണ്ട് തന്നെ തനിക്ക് അവസാനം അത് കൊണ്ട് കടിച്ചിളക്കേണ്ടതായിട്ട് വന്നു. സോ അതാണ് എല്ലാവരും ഇത്ര വൃത്തിയില്ല, അത് തനിക്ക് ഒട്ടും വൃത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പരത്തിൽ നിന്ന് ജാസ്മിൻ എടുത്ത് പറയുന്നുണ്ട്. സോ ജാസ്മിൻ പറഞ്ഞതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.